2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെസ്ല സിഇഒ ഇലോൺ മസ്കുമായും US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സുമായും ചർച്ച നടത്തി. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 2:30 മോദി ട്രംപ് നിർണായക കൂടിക്കാഴ്ച. മധു കൊട്ടാരക്കരയുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും. മധു, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ മധു? ഉന്മേഷ്, ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. അല്പസമയം മുമ്പ് ഇലോൺ മസ്കുമായിട്ട് മോദി താമസിക്കുന്ന US പ്രസിഡൻഷ്യൽ ഗസ്റ്റ് ഹൗസായ ബ്ലെയർ ഹൗസിലുള്ള ചർച്ചകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാൾസുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ചു. നേരത്തെ മൈക്കിളും വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് ഡിസംബറിലും അതുപോലെ ജനുവരി ആദ്യവും ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, US ഇന്ത്യ കോക്കസിന്റെ ഒരു പ്രധാന ആളും കൂടാണ് മൈക്ക്. അതുകൊണ്ട് തന്നെ ആ ചർച്ച വളരെ പ്രാധാന്യമാണ് ഇന്ത്യക്ക്. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച വൈകുന്നേരം 4:05 മുതൽ 4:50 വരെ ആയിരിക്കും പ്രാദേശിക സമയം. ഇന്ത്യയിൽ പുലർച്ചെ 2:35 ഇതിനുശേഷം ഒരു സംയുക്ത പത്രസമ്മേളനം ഉണ്ടാകും. തുടർന്ന് ട്രംപ് ആതിഥേയത്വം വഹിക്കുന്ന ഒരു അത്താഴ വിരുന്നുണ്ടാകും. ഇരു നേതാക്കളുടെയും ചർച്ചാ വിഷയങ്ങളും പുതിയ കരാറുകളും അതുപോലെ ഈ കുടിയേറ്റ നിയന്ത്രണ വിഷയമടക്കമുള്ള കാര്യങ്ങളും ഒക്കെ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കുന്ന ഒരു സുപ്രധാന വാർത്താ സമ്മേളനമായിരിക്കും ഇത്. താരിഫ് കുറയ്ക്കുവാൻ സുഗമമാക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഒരു വ്യാപാര കരാർ ഈ ചർച്ചകളിൽ പരിഗണിച്ചിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനും അതുപോലെ സാമ്പത്തിക ആശങ്കകളൊക്കെ പരിഹരിക്കുന്നതിനും പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ രണ്ട് രാജ്യങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കുന്നതും ഈ ചർച്ചയിൽ ഉണ്ടാകും. ഇപ്പോൾ ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദമാണ് നടക്കുന്നത്. മോദിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ആഗോളതലത്തിൽ ഈ താരിഫുകൾ പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള അജണ്ട തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങൾ കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുവാൻ അനുവദിക്കണം. അതുപോലെ ഏതാണ്ട് $40 ബില്യൺ വ്യാപാര കമ്മി പരിഹരിക്കണം. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായിട്ട് ഒരു സുപ്രധാന സഹകരണത്തിന് അമേരിക്ക താല്പര്യപ്പെടുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുമായിട്ട് ഒരു മുഖ്യ പങ്കാളി എന്നുള്ള നിലയിൽ ആ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുവാനും ഈ ചർച്ചയിൽ വരും. ഇന്ത്യ ആകട്ടെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും അതുപോലെ ഏതാണ്ട് 1 ഡസൻ തീരുവകൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കുറയ്ക്കുവാനും കെമിക്കൽ, മെഡിക്കൽ അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയിലെ ആയിരിക്കും കുറയ്ക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ജെറ്റ് വിമാനങ്ങൾ വാങ്ങിക്കും. അതുപോലെ ആണവ നിലയങ്ങൾക്ക് അല്ലെങ്കിൽ ആണവ രംഗത്ത് അമേരിക്കയുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാനും ഇന്ത്യ ശ്രമിക്കുന്നതായിരിക്കും. ഉന്മേഷ്, മധു, ഒപ്പം തന്നെ ഇപ്പോഴൊരു സജീവ ചർച്ചാ വിഷയമുണ്ടല്ലോ, ഈ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് തിരിച്ചയച്ച സംഭവം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി ചർച്ചയ്ക്കിടയിൽ ഇത് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകളുണ്ടോ മധു? ഇന്നത്തെ ഏറ്റവും സെൻസിറ്റീവ് വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക ഇനി ഈ അനധികൃത കുടിയേറ്റക്കാരെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള 800 പേരുടെ ലിസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. അതിൽ 487 പേര് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ്. ഈ ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഈ രാജ്യങ്ങൾക്ക് ഇത് കൈമാറിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സുപ്രധാന വിഷയമായി മാറുകയും ചെയ്യും. ഉന്മേഷ്, ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.